രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് ഒരു 4-5 ദോശയ്ക്കുള്ള മാവിരിപ്പുണ്ട്. ഞങ്ങളിവിടെ ആൾക്കാരാണെങ്കിൽ 3-4 പേരുണ്ടല്ലോ, പിന്നെ സായിപ്പാപ്പും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴത്തേക്കാണ് ഞാൻ വിചാരിച്ചു കുറച്ച് ഗോതമ്പ് മാവ്, കുറച്ച് ബീറ്റ്റൂട്ട് ഇരിപ്പുണ്ടായിരുന്നു, അതും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് സവോളയും പുതിനയും എല്ലാം കൂടെ ചേർത്ത്, പിന്നെ ഇത്തിരി വറ്റൽമുളകും കൂടെ ചേർത്ത് അങ്ങ് അരച്ചു കേട്ടോ. എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം 4-5 പേർക്ക് സുഭിക്ഷമായിട്ട് കഴിക്കുന്ന അനുസരിച്ചിട്ടുള്ളൊരു മാവ് കിട്ടി. അത് വെച്ചൊരു ദോശ ചുട്ടു. സായിക്കുട്ടി നല്ല ഉഷാറായിട്ട് കഴിച്ചു, നല്ല ടേസ്റ്റായിരുന്നു. ഇത് വെറുതെയും കഴിക്കാം കേട്ടോ, കാരണം ഇതിനകത്ത് എരിവും ഉപ്പും പിന്നെ പുതിനയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് വെറുതെയും കഴിക്കാം. ഇല്ലെങ്കിൽ നമ്മളിതുപോലെ ഒരു വെള്ള ചട്നിയും പിന്നെ അതിൻ്റെ കൂടെ മുളകച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതല്ലേ. അപ്പോൾ അതുപോലെ തട്ടിക്കൂട്ട് പരിപാടി ചെയ്ത് ഇന്ന് ഹിറ്റായ ഒരു ഐറ്റമാണ് ഈ ഒരു ദോശ. നമുക്ക് വേണമെങ്കിൽ